അപ്പോൾ ഇന്നലെ ഒരു വലിയ മുദ്രാവാക്യം തൊടുപുഴ നമ്മൾ ഉയർന്നു കേട്ടു. മുസ്ലിം ലീഗിൻ്റെ ആരാടാ ഈ വെള്ളാപ്പള്ളി, ഏതവനാടാ സുകുമാരൻ, ലീഗാടാ ഇത് ലീഗാടാ, പാലക്കാട്ടെ ലീഗാടാ, വല്ലാണ്ട് അങ്ങ് ചൊറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു മുദ്രാവാക്യം. സത്യത്തിൽ ഇത് യൂത്ത് ലീഗ് ആണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ ഒരു പ്രകടനം നടത്തിയത്. ഈ ലീഗ് ഈ പ്രകടനം നടത്തിയത് ശരിക്കും മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി. അതെ, കാരണം ഒന്നാമത് സതീശൻ മുഖ്യമന്ത്രി ആയത് തന്നെ ലീഗിന്റെ സമ്മർദ്ദ തന്ത്രത്തിലാണ് എന്നുള്ളൊരു വിമർശനമുണ്ട്. അതായത് സതീശൻ ലീഗിന് വല്ലാതെ അടിമപ്പെട്ടു പോയി എന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ BJPയും അതുപോലുള്ള കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അവർ ഉയർത്തുന്ന ഒരു ആരോപണം അതാണ്. അപ്പോൾ ആ ഒരു വിമർശനം ശരിവെക്കുന്ന തരത്തിലായി പോയി ഈ ലീഗിന്റെ ഈ ഒരു പ്രകടനമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അല്ല, അതുകൊണ്ട് തന്നെ അവർ ചാടിക്കയറി അവർക്കെതിരെ നടപടിയെടുത്തു. ആ കമ്മിറ്റി എപ്പോഴാണ് പിരിച്ചുവിട്ടു. അതൊരു മാതൃകാപരമെന്ന് തന്നെ വേണമെങ്കിൽ. അത് വളരെ വലിയ അപകടമാണ്. വലിയ അപകടം മണത്തു. അപ്പോൾ തന്നെ പിരിച്ചുവിട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നില്ല. പക്ഷേ നമ്മളിത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു വാചകം എനിക്ക് തോന്നിയത് ലീഗ് ഭരിക്കും കേരള മണ്ണിൽ, ലീഗ് പറയും. അതായത് ഞങ്ങളുടെ കയ്യിലേക്ക് വന്നു, ഇനി ഞങ്ങൾ പറയുന്നത് പോലെ എന്നുള്ള ഒരു രീതിയിലേക്ക് അവരെ അങ്ങ് തനിയെ. അതൊരു വലിയ അപകടമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രചരണം, അതായത് CPMഉം BJPയും നടത്തിയ ഒറ്റ പ്രചരണം ഇതായിരുന്നു: തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭരണം പാണക്കാട്ട് നിന്നായിരിക്കും, UDF അധികാരത്തിൽ വന്നാൽ ഭരണം പാണക്കാട്ട് നിന്നായിരിക്കും, ഇവർ സതീശനെ മുഖ്യമന്ത്രിയാക്കും. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നത് ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അജണ്ടയാണ് എന്നുള്ളതായിരുന്നു നേരത്തെ ഉള്ളൊരു പറച്ചിൽ. ഏതാണ്ട് അതേ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം KC വേണുഗോപാൽ 100% ഉറപ്പിച്ചിരുന്ന മുഖ്യമന്ത്രി സ്ഥാനമാണ് സതീശന് കിട്ടിയത്. ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ലീഗ് ഇടപെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അത് ലീഗ് ഇടപെട്ടു. അതുപോലെ ഇവിടുത്തെ സമ്മർദ്ദ ജനങ്ങളുടെ ഒരു വികാരം, ജനവികാരം പോലും ഇതുപോലെ ജനവികാരം ഉണ്ടായിരുന്നു കർണാടകത്തിലും. പക്ഷേ ആ ജനവികാരം പോലും മാനിക്കാതിരുന്ന ഹൈക്കമാൻഡ് ഇവിടെ ജനവികാരത്തെക്കാൾ കൂടുതൽ കണക്കിലെടുത്തിരിക്കുന്നത് ലീഗിൻ്റെ സമ്മർദ്ദതന്ത്രം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് ജയിക്കണമെങ്കിൽ ലീഗിൻ്റെ സഹായം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലാണ് ഇത് പിടിച്ചത്. ഇത് കാരണം ഇത് 2 ദിവസം മുമ്പ് തന്നെ KC ഉറപ്പിച്ചിരുന്ന സംഭവമാണ്. അവസാന നിമിഷമാണ് ഇത് മാറിയത്. അത് മാത്രമല്ല, സതീശൻ ആദ്യം വിളിച്ചത് പാണക്കാട്ടേക്കാണ് എന്നൊരു വാർത്തയും വന്നു. അതിൻ്റെ ഒരു സ്ഥിരീകരണം നമുക്കില്ല. മാധ്യമം പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ് നമ്മൾ പറയുന്നത്. ലീഗ് ആദ്യം അദ്ദേഹം അങ്ങോട്ടാണ് വിളിച്ചത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, സതീശൻ ഇവിടെ വെള്ളാപ്പള്ളി നടേശനെയും പിന്നെ സുകുമാരൻ നായരെയും പോലുള്ള നേതാക്കളെ വണങ്ങാൻ പോകാറില്ലെന്ന് അങ്ങനെ ഒരു നടപടി അദ്ദേഹം എടുക്കാറില്ല. പക്ഷേ അദ്ദേഹം പാണക്കാട് തങ്ങളെ കാണാൻ പോകും. അത് പറയാനൊരു ന്യായമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് അദ്ദേഹം. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പാണക്കാട് ഫാമിലിയാണ്. പാണക്കാട് തറവാട്ടിൽ നിന്നാണ് മുസ്ലിം ലീഗ് കേരളമല്ല ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം അദ്ദേഹം തങ്ങളതിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ ഇദ്ദേഹം ജനറൽ സെക്രട്ടറി, കുഞ്ഞാലിക്കുട്ടി ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ സതീശനെ അവർ പൊതിഞ്ഞു പിടിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെയും ഈ സുകുമാരൻ നായരുടെയും ഒക്കെ ചില പ്രസ്താവനകളാണ്. പ്രസ്താവനയിൽ അവരത്തരം ഒരു വിമർശനങ്ങൾ നടത്തുന്ന സമയത്ത് അതിൽ വേണേൽ നമുക്ക് പറയാം, അതിൽ ഈ സുകുമാരൻ നായർ പറഞ്ഞിരുന്ന ഒരു കാര്യം, മുസ്ലിം ലീഗ് പറയുന്നത് കോൺഗ്രസ് കേൾക്കണ്ട എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതിനോട് നമുക്ക് വിയോജിച്ചേ വഴിയുള്ളൂ. കാരണം ഘടകകക്ഷിയാണ്, അവരും കൂടി പറയുന്നത് കേൾക്കണം എന്നതാണ്. അഭിപ്രായം തേടുക എന്നുള്ളതാണ്. അത് സ്വീകാര്യമെങ്കിൽ സ്വീകരിച്ചാൽ മതി, അതാണ് അവിടെ വേണ്ടത്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് പുറത്തു വന്ന. അതെ, ഇപ്പം അതായത് പിന്നെ ഇതിലെ മുഖ്യമന്ത്രി സതീശനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓർക്കണം, സതീശൻ NSSൽ ഉൾപ്പെട്ടയാളാണ്. ഒരു നായർ കോൺഗ്രസിൽ നിന്നൊരു നായർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവർ അഭിമാനിക്കുകയാണ് വേണ്ടത്. നായന്മാർക്ക് അഭിമാനിക്കാം, ഇല്ലേ? പക്ഷേ എന്താണ് സംഭവിച്ചത്? സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ സുകുമാരൻ നായർക്ക് താല്പര്യമില്ലായിരുന്നു. സുകുമാരൻ നായരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ആളാണ് സതീശൻ. ആ സ്പേസിൽ രമേശ് ചെന്നിത്തലയായിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് അദ്ദേഹം അതിനെ അംഗീകരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ താല്പര്യം KCയോ രമേശോ വരുന്നതിനായിരുന്നു. അപ്പോൾ ഇതിനകത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, സതീശൻ മുസ്ലിം ലീഗിനോട് യോജിച്ച് അല്ലെ അവർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രശ്നമാണ് ഇവർക്കുള്ളത്. പക്ഷേ അതും ഒരുപക്ഷേ അത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്ന് പറയണം. കാരണം മുമ്പോട്ട് പോകും സതീശൻ്റെ ഈ ഒരു നിലപാട് വെച്ച്
ഒരു കടുംപിടുത്ത സ്വഭാവമുള്ള വ്യക്തിയാണ്. അപ്പോൾ മുസ്ലിം ലീഗായിട്ട് എത്ര നാൾ യോജിച്ചു അത് സതീശന്റെ ഒരു അടിസ്ഥാന സ്വഭാവം വെച്ച് ഒരാൾക്കും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പിണറായി വിജയന്റെ ഒരു ശൈലിയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിനും ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്നല്ല, പാണക്കാട്ടു നിന്ന് വരുന്ന വഴിവിട്ട നീക്കങ്ങൾക്കൊക്കെ ആദ്യമൊക്കെ ചിലപ്പോൾ വഴങ്ങിയെന്ന് വരും. പക്ഷേ അത് പാർട്ടിക്കുള്ളിലും നാട്ടിലും ഭയങ്കര വിഷയം അദ്ദേഹത്തിനെതിരെ ഉണ്ടാവും. അതിലെല്ലാം ഉപരി എന്താണ് മുന്നണി ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഇവിടെ BJP ശക്തി പ്രാപിക്കും ഈ ഒരു വിഷയത്തിൽ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇപ്പം 3 സീറ്റല്ലേ ഉള്ളൂ. ഈ UDF ഭരണം കഴിയുമ്പോൾ BJPക്ക് ഇവിടെ എത്ര സീറ്റ് വരുമെന്ന് കണ്ടോണം. BJPയുടെ മുദ്രാവാക്യം എന്താണ്? അവർ പാണക്കാട് മുസ്ലിം ലീഗ് ഭരിക്കുമെന്നുള്ള മുദ്രാവാക്യമാണ് അവർ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇന്നലെ തന്നെ അവരത് പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. അതെ, ഇവരുടെ ഇന്നലത്തെ സൈബർ പ്രചാരണങ്ങളെല്ലാം തന്നെയും അത്തരത്തിലുള്ളതായിരുന്നു. അത് നിരന്തരമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനിടയിൽ ഇത് ശരിയാണല്ലോ എന്നുള്ള ഒരു ചിന്ത വരും. അങ്ങനെ ഒരു ചിന്ത വരുന്നത് അപകടകരമാണ്. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ BJP വേരുവെന്ന് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ്. BJPയുടേതായിട്ടുള്ള രാഷ്ട്രീയ നയങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ കേരള സമൂഹത്തിൽ വലിയ ഒരു ചേരിതിരിവ് ഉണ്ടാകും. UPയിലും അതുപോലെ ഡൽഹിയിലും വടക്കേ ഇന്ത്യയിലും ഒക്കെ പോലെയുള്ള ഒരു ചേരിതിരിവ് ഉണ്ടാകും. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി എന്നുള്ള ഒരു ചേരിതിരിവുണ്ട്. ആ ഒരു ചേരിതിരിവ് ഇല്ലാതെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഈ ഒരൊറ്റ വിഷയം കൊണ്ട് അത് അങ്ങനെയുണ്ട്. അതിൽ തന്നെ അവർ തന്നെ അതിന് വളം ഇട്ട് തുടങ്ങി കഴിഞ്ഞു എന്നുള്ളത് അതെ, അതാണ്. പക്ഷേ ലീഗിന്റെ നിലപാട് നമുക്ക് ഇപ്പോൾ വ്യക്തമാകും. ഇന്നിപ്പം മുന്നണി യോഗം നടക്കുന്നുണ്ട്. ലീഗ് എത്ര മന്ത്രിമാരെ ചോദിക്കും, ഏതൊക്കെ സ്ഥാനങ്ങൾ ചോദിക്കും എന്നതിനെ ചൊല്ലി അവിടെ തൊട്ട് തുടങ്ങും ലീഗിന്റെ നിലപാട് നമുക്കറിയാൻ പറ്റും. അതെ, ഇനി പ്രത്യേകിച്ച് ലീഗ് ഒരു അയഞ്ഞ് അല്ലെങ്കിൽ എടുക്കുന്ന നിലപാടിൽ നിന്ന് അത്ര പിന്നോട്ട് പോകാൻ അവരും താല്പര്യപ്പെടാൻ സാധ്യത കുറവായിരിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ കൂടിയാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. സതീശനെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനങ്ങൾ ലീഗ് തുടക്കത്തിൽ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ വിമർശനങ്ങളും കൂടി കേട്ടതിന് ശേഷമാണ് ഇത്ര ഇവിടെ വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഒരു പക്ഷേ ഒരു മയപ്പെട്ട് നിന്നെങ്കിൽ പോലും അങ്ങനെ നിൽക്കും. പിന്നീട് ഇതിനകത്തേക്ക് ഇതിനകത്ത് ഞാൻ പറയാം. ഇപ്പം സതീശൻ മുഖ്യമന്ത്രിയായ സ്ഥിതിക്ക് ഒരു ഉപമുഖ്യമന്ത്രിയെ ലീഗ് ചോദിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഉപമുഖ്യമന്ത്രി എന്നുള്ളത് ഒരു പദവി മാത്രമേ ഉള്ളൂ. ഉപമുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാനില്ല. ഉപമുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരു പദവി മാത്രമേ ഉള്ളൂ. അത് അവരെടുക്കുകയില്ല. പിന്നെ 5 മന്ത്രിമാരെ അവർ ആവശ്യപ്പെടും. അതിനൊപ്പം അവർ ഡെപ്യൂട്ടി സ്പീക്കറോ വല്ലതും കൂടി ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചീഫ് വിപ്പ് അങ്ങനെ എന്തെങ്കിലും കൂടി അവർ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ 5 മന്ത്രിമാരെന്ന് പറഞ്ഞത് 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ ലീഗ് ബലം പിടിച്ച് നേടിയതാണ്. അതിൻ്റെ കാരണം അറിയാമോ? അതായത് അന്ന് വെറും 2 സീറ്റിൻ്റെ പിൻബലത്തിലാണ് UDF അധികാരത്തിൽ. ആ സമയത്ത് ലീഗ് എന്തു പറഞ്ഞാലും UDFന് വഴങ്ങി കൊടുക്കേണ്ട ഒരു അവസരം വന്നു. അങ്ങനെയാണ് 4 മന്ത്രിമാരുണ്ടായിരുന്ന ലീഗിന് 5ാം മന്ത്രി എന്നൊരു പദവി കൂടെ വരുന്നത്. ഇപ്പം നിലവിലത്തെ കണ്ടീഷൻ അനുസരിച്ച് UDFനുള്ളിൽ 5 മന്ത്രിമാർ ലീഗിനുണ്ട്. ഇപ്പോൾ 22 മെമ്പർമാർ അവർക്കുണ്ട്, MLA-മാരുണ്ട്, 22 MLA-മാരുണ്ട്. പക്ഷേ അപ്പോൾ അവർ 27 പേരെ നിർത്തിയിട്ടാണ് 22 പേരെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർക്ക് 5 മന്ത്രിയെ കൊടുക്കാം. പക്ഷേ ഇതിനകത്ത് വേറൊരു പ്രശ്നം വരാൻ പോകുന്നത് കേരള കോൺഗ്രസ് ചോദിക്കും, 2 മന്ത്രിയെ ചോദിക്കും. എന്താണെന്നറിയോ? അവർ 8 പേരെ നിർത്തിയിട്ട് 7 പേരെയും വിജയിപ്പിച്ചു. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം. മുന്നണിയിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കേരള കോൺഗ്രസിനാണ്. അപ്പോൾ പോരാ എങ്കിൽ അവർക്കൊരു മന്ത്രി പോരാ. മോൻസ് ജോസഫാണ് അവിടെ മന്ത്രിയാകത്തുള്ളൂ. കാരണം മുതിർന്ന നേതാവ് എന്നുള്ള നിലയിലും മുൻ മന്ത്രി എന്നുള്ള നിലയിലും മോൻസ് ജോസഫിനാണ് അവിടെ അർഹത. അദ്ദേഹത്തിനെ ആകത്തുള്ളൂ. അപ്പു ജോസഫ് എന്ന് പറയുന്ന PJ ജോസഫിൻ്റെ മകൻ ഇപ്പോൾ വന്നയാളാണ്. പക്ഷേ അപ്പു ജോസഫിന് കൊടുക്കാതിരിക്കാൻ PJ ജോസഫിന് കഴിയത്തുമില്ല. അങ്ങനെ വരുമ്പോൾ 2 മന്ത്രിയെ ചോദിക്കും. മാത്രമല്ല ഈ 2 കൂട്ടരും ചോദിക്കുന്ന വകുപ്പുകളും നിർണായകമായിട്ട് മാറും. കാരണം അതാണ് ശക്തമായ വകുപ്പുകൾ ഒരേ വകുപ്പിന് തന്നെ 2 പേരും കൂടി അവകാശവാദം ഉന്നയിച്ചാൽ അതും ഒരു കല്ലുകടിയായിട്ട് മാറാനുള്ള സാധ്യത. ലീഗ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വകുപ്പാണ് വിദ്യാഭ്യാസം കോൺഗ്രസ് എടുക്കും. കോൺഗ്രസിന് അത് എടുക്കാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസിന് എടുത്തേ പറ്റും. അപ്പോൾ കോൺഗ്രസ് ആ വകുപ്പ് എടുക്കുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ആരോഗ്യ വകുപ്പിന് പിടിക്കും. ആരോഗ്യവകുപ്പ് പ്രധാനപ്പെട്ട വകുപ്പാണ്. ഈ പറയുന്ന വിദ്യാഭ്യാസവും ആരോഗ്യവും പ്രധാനപ്പെട്ട വകുപ്പ്. ആരോഗ്യ വകുപ്പ് ഓൾറെഡി K മുരളീധരൻ നോട്ടം ഇട്ടിരിക്കുന്ന വകുപ്പാണ്. മന്ത്രിയായി കഴിഞ്ഞാൽ അദ്ദേഹം ആരോഗ്യ വകുപ്പാണ് അദ്ദേഹം നോക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ആ വകുപ്പും കൊടുക്കാനുള്ള സാധ്യതയില്ല. അവിടെ തന്നെ ഈ വകുപ്പിനെ ചൊല്ലിയൊരു തർക്കം വരും. പിന്നെ ഉള്ളത് പൊതുമരാമത്ത് പൊതുമരാമത്ത് വ്യവസായം അതെല്ലാം അവർ കൊണ്ടുപോകും. തൊഴിൽ വകുപ്പ് ശരിക്കും ഷിബു ബേബി ജോൺ ആണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് വീണ്ടും അദ്ദേഹത്തിന് തന്നെ പോകാനാണ് സാധ്യത. പ്രധാനപ്പെട്ട വകുപ്പുകൾ IT, അതുപോലെ പൊതുമരാമത്ത്, ഈ പറയുന്ന വ്യവസായം, അങ്ങനെയുള്ള വകുപ്പുകളെല്ലാം ലീഗ് തന്നെ കൈകാര്യം ചെയ്യും. IT വകുപ്പ് കൊടുക്കാൻ സതീശന് താല്പര്യം കാണില്ല. പക്ഷേ ലീഗുമായിട്ടൊരു ഒത്തുതീർപ്പിൻ്റെ പുറത്ത് അത് കൊടുക്കും.
അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഈ പറയുന്ന ഇന്നലത്തെ ആ മുദ്രാവാക്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച തുടങ്ങിയത്. അത് വളരെ അപകടകരമാണ്. കാരണം ഇത്രയും നാൾ ഒളിച്ചും പാത്തും പറഞ്ഞിരുന്ന ആ ഒരു കാര്യത്തിനൊരു സ്ഥിരീകരണമാണ് ഇന്നലെ വന്നിരിക്കുന്നത്. ഉള്ളിലുള്ളത് പുറത്ത് വന്നു എന്ന് BJP-ക്കാർ തന്നെ അവകാശപ്പെട്ടു തുടങ്ങി. അതെ, അവരുടെ വാദം ശരിയാണെന്ന് ഈ മുമ്പേ പറഞ്ഞ പോലെ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ട് ചിന്തിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും. അപ്പൊ അവരുടെയൊക്കെ ഉള്ളിലും ഒരു സംശയത്തിന്റെ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ സാമൂഹികമായ ഒരു ചേരിതിരിവ് കേരളത്തിലുണ്ടാകും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. അത് എന്താണെന്ന് ചോദിച്ചാൽ, ലീഗ് ഇതിനകത്തേക്ക് കടുംപിടുത്തം പിടിക്കുമ്പോൾ, സതീശൻ വഴങ്ങിക്കൊടുക്കുമ്പോൾ, UDF വഴങ്ങിക്കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് പോകുന്ന മെസ്സേജ് മുസ്ലിം സമുദായം കേരളത്തിൽ പിടിമുറുക്കുന്നു. അപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന്. അതിന്റെ ഗുണഫലം CPM-നല്ല കിട്ടുന്നത്, അതിന്റെ ഗുണഫലം കിട്ടുന്നത് BJP. അപ്പോൾ ക്രിസ്ത്യൻസിനും വരും ഇതേ ആവശ്യം, ഇതേ. അപ്പോൾ അവർ വിചാരിക്കും ഇവിടുത്തെ UDF-കാരനെ കൊണ്ട് LDF-കാരനെ കൊണ്ട് ഒന്നും നടക്കില്ല, ഇവരും ക്രിസ്ത്യൻസ് BJP-യിലേക്ക് അടുക്കും. മാത്രമല്ല ക്രിസ്ത്യാനികൾക്ക് ഇപ്പൊ പണ്ട് BJP-യോട് അയിത്തമില്ല. അപ്പൊ വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനിലാണ്. ഇന്നലത്തെ ആ സംഭവത്തിൽ അവർ ഉടനെ തന്നെ നടപടിയെടുത്തു. എങ്കിൽ പോലും ഒരു ലീഗിന്റെ ഒരു നിലപാടുകൾ ഉറപ്പിക്കുന്ന തരത്തിലാണ്. ആ നടപടി മികച്ചതാണെന്ന് കരുതുന്നുണ്ടോ? ആ നടപടി അതെ, അത് അന്നേരം തന്നെ അവർ അപ്പോഴേ പുറത്താക്കിയല്ലോ. കാരണം അല്ല, അത് മുന്നോട്ട് പോയാൽ എന്ത് പറ്റും? കേരളം ഒട്ടാകെ ലീഗുകാർ ഇങ്ങനെ ഇറങ്ങി പിന്നെ പ്രകടനം നടത്താൻ തുടങ്ങി എന്ത് സംഭവിക്കും? പണ്ട് എന്താ സംഭവിച്ചത്? SDP-ക്കാർക്ക് സംഭവിച്ചത് എന്താ? അവലും മല്ലരും കരുതിക്കോ, കുന്തിരിക്കാൻ കരുതിക്കോ. ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് എല്ലാത്തിനും തൂക്കിക്കൊണ്ടുപോയത്. മനസ്സിലായില്ലേ ആ ഒരു കുഴപ്പം? ഇതിപ്പോ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ സംവിധാനങ്ങളുണ്ടല്ലോ, ഈ സംവിധാനങ്ങളിൽ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, ആഭ്യന്തര സുരക്ഷ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതെല്ലാം പിന്നീട് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. എന്തായാലും PD സതീശൻ്റെ നിലപാടാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. ലീഗിന് തൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ അദ്ദേഹം അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്.